ഏറ്റവും പുതിയ ടോവിനോ തോമസ് സ്റ്റാററായിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ കോ റൈറ്ററും കോ ഡയറക്ടറുമായിട്ടുള്ള അഖിൽ പോളിൻ്റെ സ്ക്രിപ്റ്റുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ നിത്യജീവിതത്തിൽ കാണാൻ സാധ്യതയുള്ള കാര്യങ്ങളിലെ എന്തെങ്കിലും പെക്യൂലിയർ ആയിട്ടുള്ളൊരു സാധനം പുള്ളി കണ്ടുപിടിക്കും. അദ്ദേഹത്തിൻ്റെ സിനിമകളായിട്ടുള്ള സെവൻത്ത് ഡേയിലും ഫോറൻസിക്കിലും ഇത്തരത്തിലുള്ള ഡീറ്റെയിലുകൾ ഒന്നെങ്കിൽ പ്രേക്ഷകനെ ഡിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ ഡിസീവ് ചെയ്യാനോ ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. എഴുത്തുകാരൻ എന്ന നിലയിലുള്ള മൂന്നാമത്തെയും സംവിധായകൻ എന്ന നിലയിൽ അനസ് ഖാനോടൊപ്പമുള്ള രണ്ടാമത്തെയും സിനിമയായ ഐഡൻറ്റിറ്റിയിലേക്ക് വരുമ്പോൾ വളരെ വലിയ സ്കെയിലിൽ ഒരു ത്രില്ലർ എടുക്കാനാണ് അഖിൽ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു സാധാരണ റിവെഞ്ച് സ്റ്റോറിയിൽ ആരംഭിച്ച് ഓൾമോസ്റ്റ് ഒരു മിഷൻ ഇമ്പോസിബിൾ സ്റ്റൈലിലെത്തുന്ന ത്രില്ലറായി മാറുന്ന സിനിമ അതിൻ്റെ കോംപ്ലിക്കേഷനുകൾ കാരണം ഒരു പരിധി കഴിയുമ്പോൾ നമ്മളിൽ മടുപ്പുണ്ടാക്കുന്നുണ്ട്. ഇതിനകത്തുള്ള സങ്കീർണത നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിനേക്കാൾ അഖിലും അനസും കഥാപാത്രങ്ങളിലൂടെ നമുക്കത് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. സെറ്റ് പീസുകളുടെ സ്കെയിലും കാര്യങ്ങളും കൈയടിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അനാവശ്യമായിട്ട് തിരക്കഥ കോംപ്ലിക്കേഷനുകൾക്ക് പിറകെ പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകമൊത്തത്തിലുള്ള ഒരു വൗ ഫാക്ടർ ഐഡൻറ്റിറ്റിക്ക് അല്പം കുറവാണ്. ട്രെയിലർ സിനിമയുടെ പശ്ചാത്തലത്തെ പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സ്പോയിലറുകൾ ഇല്ലാത്ത രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. തൻ്റെ 2 സഹോദരിമാരോടൊപ്പം താമസിക്കുന്ന ഹരൻ ശങ്കറാണ് നമ്മുടെ നായകൻ. 7 വയസ്സുവരെ ടോക്സിക് ആയിട്ടുള്ള അച്ഛനോടൊപ്പം വളർന്ന ഹരൻ വളരെ ഒബ്സസീവായൊരു സ്വഭാവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഹരൻ്റെ അമ്മ പോലീസിൽ സ്കെച്ച് ആർട്ടിസ്റ്റ് ആയതിനാൽ ആ ഒരു പരിപാടിയെക്കുറിച്ചും ഹരന് ധാരണയുണ്ട്. ഒരു ഘട്ടത്തിൽ ഹരൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു പോലീസുകാരൻ അയാളുടെ ഒരു വിറ്റ്നസിൻ്റെ കൂടെ താമസിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു അപകടത്തിന് ശേഷം ഫേസ് ബ്ലൈൻഡ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വിറ്റ്നസിനെയും ആ പോലീസുകാരനെയും ഹരൻ സഹായിക്കുന്നതും അതിനുശേഷം ഇവരുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഐഡൻറ്റിറ്റിയിൽ കാണുന്നത്. സിനിമയിലെ വില്ലൻ്റെ അജണ്ടകൾ ഒരുപാടുണ്ട്. അത് വളരെ ക്രിസ് ആയി അവതരിപ്പിച്ചതുകൊണ്ട് സിനിമ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം ഒന്ന് ലീനിയർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് ഓർക്കാൻ ശ്രമിച്ചു നോക്കി. ലീനിയർ ഓർഡറിൽ നമ്മൾ ഇത് നോക്കിയാൽ വില്ലൻ്റെ കഥയിലെ ഒരു സബ് പ്ലോട്ടിലെ കഥാപാത്രം മാത്രമാണ് നായകൻ. ക്രിസ്റ്റഫർ നോളനും ഡെനി വിൽനോവും ഒക്കെ ലീനിയറായ കഥകളെ കോംപ്ലിക്കേറ്റഡ് ആയി അവതരിപ്പിച്ചിട്ട് പ്രേക്ഷകരുടെ കയ്യടി നേടിയിട്ടുണ്ട്. ഹോളിവുഡ് വരെ ഒന്നും പോകണ്ട. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച മലയാള സിനിമകളിലൊന്നായ കിഷ്കിന്ധാകാന്ഡം ഈ ഒരു രീതിയിൽ കഥ പറഞ്ഞതാണ്. ഐഡൻറ്റിറ്റിയുടെ കാര്യത്തിൽ ആ ഒരു ആസ്പെക്റ്റിൽ ഒരു കുഴപ്പമായി തോന്നിയത് പലപ്പോഴും പ്രേക്ഷകനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നത് പോലെയാണ് തോന്നിയത്. നമ്മളെ സക്സസ്ഫുള്ളായി പറ്റിച്ച ഒരു ട്വിസ്റ്റ് കണ്ടതിൻ്റെ ത്രില്ല് കിട്ടുന്നില്ല. പല പ്രൊഫഷനുകളുടെയും മെഡിക്കൽ കണ്ടീഷനുകളുടെയും ഒക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എടുത്ത് അത് തിരക്കഥയിൽ ഉപയോഗിക്കുന്നതിൽ ഐഡൻറ്റിറ്റി ഒരു പരിധി വരെ വിജയിക്കുന്നുണ്ട്. ഫേസ് ബ്ലൈൻഡ്നെസ്, സ്കെച്ച് ആർട്ടിസ്റ്റിൻ്റെ സൈക്കോളജി, ഫ്ലൈറ്റ് പ്രോട്ടോകോൾസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലുള്ള കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഈ സിനിമയിലെ സബ് പ്ലോട്ടുകളെയും സെറ്റ് പീസുകളെയും ഒതൻറ്റിക് ആക്കാൻ 2 സംവിധായകരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കുന്ന ഒരു യൂഫോറിയ ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. വല്ലാതെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഡയലോഗുകൾ ഇതിലൊരു പ്രധാന പ്രതിയാണെന്ന് എനിക്ക് തോന്നുന്നു. സീനുകൾ കണ്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് പകരം ആ സീനുകളിൽ വരുന്ന കഥാപാത്രങ്ങൾ നമ്മളോട് ഇൻഫർമേഷൻ ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന പോലെയാണ് ഇതിലെ സീനുകളുടെ സ്ട്രക്ചറിങ്. വൈഡായിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ സിനിമയുടെ സ്കെയിലിനെ വലുതാക്കുന്നതിനും ചില ലാർജർ ദാൻ ലൈഫ് മൊമെൻറ്റുകൾ വൃത്തിയിൽ ക്യാപ്ചർ ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. കളർ പാലറ്റ് ഉപയോഗിച്ച് സീക്വൻസുകളുടെ മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ അഖിൽ ജോർജ് വിജയിക്കുന്നുണ്ട്. കുറേ ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ പല ട്വിസ്റ്റുകളും റിവീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് കുറച്ച് അഗ്രസീവാണ്. പല ആക്ഷൻ സീക്വൻസുകളുടെയും പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ മികച്ചത് തന്നെയായിരുന്നു. ഫ്ലൈറ്റിനകത്തുള്ള ഫൈറ്റ് സീക്വൻസ് ഗംഭീരമായി എക്സിക്യൂട്ട് ചെയ്ത ഒന്നായിരുന്നു. പക്ഷേ കാർ ചേസ് സീക്വൻസിലെ പല ഭാഗങ്ങളും സ്വല്പം ഓവറായി തോന്നി. എല്ലാ കാര്യങ്ങളിലും ഭയങ്കര പ്രിസിഷൻ വേണമെന്ന് നിർബന്ധമുള്ള കഥാപാത്രമായതുകൊണ്ട് ടൊവിനോ തോമസ് ഒരു സ്റ്റിഫായ ബോഡി ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഡയലോഗുകൾ പറയുന്നതിനൊപ്പം ഈ ഒരു ബോഡി ലാംഗ്വേജ് പിടിക്കുമ്പോൾ കാണാൻ ഒരു കൂൾ ഫാക്ടർ ഉണ്ടെങ്കിലും സിനിമയുടെ തുടക്കത്തിലെ കുറേ സ്ഥലങ്ങൾ ഡയലോഗുകളൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ പഴയ സിറ്റ്കോം ആയിട്ടുള്ള സ്മോൾ വണ്ടർ ഓർമ്മ വന്നു. സിനിമയ്ക്ക് മുന്നോടിയായുള്ള ഇൻ്റർവ്യൂവിൽ തൃഷയെ കാസ്റ്റ് ചെയ്തതിനെ പറ്റി അഖിൽ പോളിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് സിനിമയുടെ ബഡ്ജറ്റ് ഒരു പരിധിക്ക് അപ്പുറം പോയപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു കാസ്റ്റിംഗ് ആണ് തൃഷയുടേതെന്നാണ്. അത് ഏറെക്കുറെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കഥയുടെ ഗതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കഥാപാത്രമാണെങ്കിലും ഒരുപാടൊന്നും പെർഫോം ചെയ്യാനില്ലാത്തൊരു കഥാപാത്രമായിരുന്നു അലീഷ എന്നത്. വിനയ് റായ് ഈ അടുത്തായി അദ്ദേഹം പെർഫോം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഐഡൻറ്റിറ്റിയിലും പെർഫോം ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ടോൺ ഷിഫ്റ്റുകൾ നല്ല രീതിയിൽ തന്നെ പുള്ളി ഹാൻഡിൽ ചെയ്തു. സിനിമയിൽ ഒരു പരിധി കഴിഞ്ഞാൽ അലൻ ജേക്കബിന് സ്വാഗർ കാണിക്കാൻ തന്നെയേ ഉള്ളൂ. അഖിൽ പോൾ എഴുതിയിട്ടുള്ള വടിവത്ത ഡയലോഗുകൾ ഏറ്റവും നാച്ചുറലായി പറയാൻ സാധിച്ചിട്ടുള്ള ഒരേ ഒരു പെർഫോമർ ഒരുപക്ഷെ ഷമ്മി തിലകനായിരിക്കും. അജു വർഗീസ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരം ഒരു പോലീസ് കഥാപാത്രമാണ് ഐഡൻറ്റിറ്റിയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരു വിഷ്വൽ ക്വാളിറ്റി ഫാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ സ്കെയിലും ഇമാജിനേഷനുമുള്ള സാമാന്യം നല്ല കുറേ സീക്വൻസുകൾ ഈ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇരുന്ന് ചിന്തിച്ച് ഡീകോഡ് ചെയ്ത് അവലോകനം ചെയ്യുന്ന സ്വഭാവമുള്ള ഒരു ഓഡിയൻസ് ഇന്നുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ എഴുത്ത് കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് സ്പൂൺ ഫീഡിങ് കുറച്ചിരുന്നെങ്കിൽ ഐഡൻറ്റിറ്റി ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ ആയേനെ.
മാർക്കോയുടെ റിവ്യൂവിലും പറഞ്ഞതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെയും പറയാനുള്ളത്. പോരായ്മകളും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടെങ്കിലും ചെറിയ മാർക്കറ്റുള്ള ഇൻഡസ്ട്രി എന്ന ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫിലിം മേക്കേഴ്സ് അംബീഷ്യസ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാണുന്നത് ഒരു സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്.